ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേൻ ഞാനും. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേൻ ഞാനും. എത്ര മധുരമാവേ നാമമേ എത്ര മധുരമാവൻ നാമമേ എനിക്കു പാർത്താൽ ഓർത്തു വരുന്തോറുമേ ആർത്തി മാഞ്ഞു പോകുന്നു. ഓർത്തു വരുന്തോറുമേ ആർത്തി മാഞ്ഞു പോകുന്നു. ദുഃഖം ദാരിദ്ര്യമേ നീവയ്ക്കുണ്ട ശക്തിയെ മേൽ. ദുഃഖം ദാരിദ്ര്യമേ നീവയ്ക്കുണ്ട ശക്തിയെ മേൽ. കൈക്കു പീഡിച്ചു നടത്തിക്കൊണ്ടു പോകുന്നവൻ. കൈക്കു പീഡിച്ചു നടത്തിക്കൊണ്ടു പോകുന്നവൻ. രോഗമെന്നെ പീഡിച്ചൻ ദേഹാംശേ ഈ ചാലു രോഗമെന്നെ പീഡി ദേഹാംശേ ഈ ചാലു വേഗം വരുമെന്നാഥൻ. ദേഹാംബു പുതുതാക്കിടാൻ വേഗം വരുമെന്നാഥൻ. ദേഹാംബു പുതുതാക്കിടാൻ പാപത്താലെന്നിൽ വന്ന ശാപക്കറകൾ മാറ്റി. പാപത്താലെന്നിൽ വന്ന ശാപക്കറകൾ മാറ്റി. ശോഭിത നീതിവസ്ത്രം ആഭരണമായി നൽകും. ശോഭിത നീതിവസ്ത്രം ആഭരണമായി നൽകും. വന്ദിച്ച ലോകത്തിര കമ്പം തിരുവോളവും. വന്ദിച്ച ലോകത്തിര കമ്പം തിരുവോളവും. മുൻപ് പിന്തുമായവൻ അൻപോടെ നടത്തും. മുൻപോന്റെ മായവൻ അൻപോടെ നടത്തും. ലോകമേ എനിക്കു വൈരി ലോകമേ നിത്യജിച്ചാൽ. ലോകമേ നീക്കു വൈരി
ശോകമേ ധരിക്കാതിൽ ഏതും ഭയപ്പെട ഞാൻ ശോകമേ ധരിക്കാതിൽ ഏതും ഭയപ്പെട ഞാൻ വേക്കാന്ത മണവാട്ടിയാക്കിട എന്നെ എന്നാവേ കാന്ത മണവാട്ടി ആക്കിടും എന്നെ എന്നാവാക്കൊണ്ട് താൻ്റെ നീക്കാമിൽ ലാതിനോട്ടോ വാക്കുണ്ടലി തൻ്റെ നീക്കാമിൽ ലാതിനോട്ടോ യേശുയെ നാടി സ്ഥാനം ആശയ യേശു എന്നോടി സ്ഥാനം ആശയ വരിലാത്രേ ആശ്വാസ ബോനാഥ യേശുവിൽ കണ്ടേൻ ഞാനോ ആശ്വാസ യേശുവിൽ കണ്ട് എന്റെ മുമ്പിലിരിക്കുമ്പോൾ എന്റെ വായ കടിഞ്ഞാനിട്ട് കറക്കുമെന്നും ഞാൻ പറഞ്ഞു. ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. എന്റെ സങ്കടം പൊങ്ങി വന്നു, എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എന്റെ ധ്യാനത്തിങ്കിൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. യഹോവേ, എന്റെ അവസാനത്തെയും എന്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണിയെന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഇതാ നീ എന്റെ നാളുകളെ 4 ഉടൻ നീളമാക്കിയിരിക്കുന്നു. എന്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏത് മനുഷ്യന് ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ. മനുഷ്യരൊക്കെയും വെറുങ്ങില്ലാതെ നടക്കും നിശ്ചയം, അവർ വ്യർത്ഥമായി പരിശ്രമിക്കും നിശ്ചയം. അവൻ ധനം സമ്പാദിക്കുന്നു, ആരനുഭവിക്കുമെന്ന് അറിയുന്നില്ല. എന്നാൽ കർത്താവേ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു. എന്റെ വ്യത്യാസം നിങ്ങൾ വെച്ചിരിക്കുന്നു. എന്റെ സകല ലംഘനം നിന്നും എന്നെ വിടുവിക്കണമേ. എന്നെ പോഷന്റെ നിന്നെയാക്കി വെക്കരുതേ. ഞാൻ വായ തുറക്കാതെ ഊമനായിരുന്നു, നീയല്ലോ അങ്ങനെ വരുത്തിയത്. നിന്റെ പാതയെങ്കിൽ നീക്കണമേ. നിന്റെ വയലടിയാൽ ഞാൻ ക്ഷയിച്ചിരിക്കുന്നു. അവർ തന്നെ നീ മനുഷ്യനെ തന്നെ നിങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ നീ അവന്റെ സൗന്ദര്യത്തെ പുഴുപോലെ ക്ഷയിപ്പിക്കുന്നു. ഏത് മനുഷ്യനും ഒരു ശ്വാസം അത്രയാവുന്നു. യഹോവേ, എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ അപേക്ഷ ചെവിക്കൊള്ളണമേ. എന്റെ കണ്ണുനീർക്കൊന്നും മിണ്ടാതിരിക്കരുത്. ഞാൻ എന്റെ സകലപിതാക്കന്മാരെയും പോലെ നിന്റെ സന്നിധിയിൽ അന്യനും പരദേശിയുമാകുന്നുവല്ലോ. ഞാനിവിടെ നിന്ന് പോയില്ലാതെ ആകുന്നതിന് മുമ്പേ ഉന്മേഷം പ്രാപിക്കേണ്ടതിനെ നിന്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റണമേ. ലോകമാംഗംഭീര വാരിധിയിൽ വിശ്വാസ കപ്പലിലോടിയിട്ട് നിത്യാവിടുന്നുണ്ടാവിടയത്തെ കർത്തനോടു കൂടെ വിശ്രമിപ്പാൻ യാത്ര ചെയ്യും. ജീവൻ വച്ചിടോ രക്ഷകനായി അന്യശ്വാസം വരെയോ ജീവൻ വച്ചിടോ രക്ഷകനായി അന്യശ്വാസം
നാളുകൾ പോയി കർത്താവിൻ വരവ് സമീപമായി മഹത്വ നാമത്തെ കീർത്തിപ്പാനായി ശക്തി ായവിനാൽ യാത്ര ചെയ്യാൻ ക്രൂശെ നോക്കി യോദ്ധം ചെയ്യാൻ ഞാൻ യേശുവിനാ ജീവൻ വച്ചിടും രക്ഷകനായ അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായ അന്ത്യശ്വാസം വരെയും പൂർവപിതാക്കള അപ്പോസ്തലർ ദൂരവേ ദർശിച്ച് ഭാഗ്യദേശം ആകെയ ചേലമെന്നിലാഭ അന്യരമെന്നീ ലോകമാരിൽ യാത്ര ചെയ്യാൻ ക്രൂശെ നോക്കി ഉദ്ധാൻ ചെയ്യാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായ അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായ അന്ത്യശ്വാസം വരെയും ഞെരുക്കത്തിലപ്പൻ ഞാൻ തിന്നാലും കഷ്ടത്തിൽ കണ്ണുനീർ കുടിച്ചെന്നാലും ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലോ എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യോ ഞാൻ ക്രൂശെ നോക്കി യോദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടോ രക്ഷകനായ അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടോ രക്ഷകനായ അന്ത്യശ്വാസം വരെയും ജീവൻ യേശുവിൽ അർപ്പിച്ചിട്ട് ആപ്പേരെ നാട്ടിടുമ്പോൾ ശുദ്ധ കടൽ തീരത്തിൽ യേശുവിൻ മുത്തിടൻ ഞാൻ യാത്ര ചെയ്യോ ഞാൻ ക്രൂശെ നോക്കി യോദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടോ രക്ഷകനായ അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടോ രക്ഷകനായ അന്ത്യശ്വാസം വരെയും 2 Corinthians 5 അധ്യായം 1 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. കൂടാരമായി ഞങ്ങളുടെ ഭവനം ഒഴിഞ്ഞു പോയാൽ കൈപ്പണിയില്ലാത്ത നിത്യഭവനമായി
ദൈവത്തിന്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾ സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തെ ഞെരുങ്ങിക്കൊണ്ടും ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരുവാനല്ല മധ്യമായ ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിനു മീതെ ഉടുപ്പാൻ ഇച്ഛിക്കാൽ ഞങ്ങളെ കൂടാരത്തിലിരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞെരുങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിന്റെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങളെല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും സജീവത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അഹന്ന പരദേശികളായിരിക്കുന്നു എന്ന് അറിയുന്നു. കാഴ്ചയാലല്ല വിശ്വാസത്തിലത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനം ഭാഗെ വെളിപ്പെടേണ്ടതാകുന്നു. ആകയാൽ കർത്താവിനെ ഭയപ്പെടണമെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു, എന്നാൽ ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു, ഞങ്ങളുടെ മനസ്സാക്ഷികളും വെളിപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ നിങ്ങളോട് ശ്ലാഘിക്കുകയല്ല, ഹൃദയം നോക്കിയിട്ടല്ല മുഖം നോക്കിയിട്ട് പ്രശംസിക്കുന്നവരോട് ഉത്തരം പറയുവാൻ നിങ്ങൾക്ക് വഹ ഉണ്ടാവേണ്ടതിന് ഞങ്ങളെക്കുറിച്ച് പ്രശംസിപ്പാൻ നിങ്ങൾക്ക് കാരണം തരികയത്രേ ചെയ്യുന്നത്. ഞങ്ങൾ വ്യവസ്ഥന്മാർ എന്ന വരികിൽ ദൈവത്തിന് സുബോധമുള്ളവർ എന്ന വരികിൽ നിങ്ങൾക്കും ആകുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരു മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്ന് ജീവിക്കുന്നവൻ ഇനിയും തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിനെ അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ ഞാൻ പുതിയതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിലെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോകുന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭ്രമേൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരുന്നുകൊള്ളുവേൻ. ക്രിസ്തു അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോടുകൂടെ ഉയർപ്പിച്ചു. നിങ്ങളോട് തിരുസന്നിധി നിർത്തുമെന്ന് ഞങ്ങൾ അറിയുന്നു. കൃപ പലരിലും പെരുകി ദൈവത്തിന്റെ മഹിമയ്ക്കായി സ്തോത്രം വർദ്ധിപ്പിക്കേണ്ടതിന് സകലവും നിങ്ങൾ നിമിത്തമല്ലോ ആകുന്നു. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അഹമയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. എന്നോട് നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തമനവധി തേജസ്സിനത്തിലെ നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. വിശുദ്ധർ കൂട്ടാം രക്ഷ നിന്നോതങ്ങ് സ്നേഹാരത്നം ചൂടിക്കോ നേരം ആമഹാ സന്തുഷ്ട സമൂഹേ എന്നെയും കാണുമോ എന്നെയും കാണുമോ എന്നെയും കാണുമോ ചൊല്ലൻ മന അമേ ദൈവ താൻ വിശുദ്ധർ കാണോ നീരല്ല തോടെ ഇക്കുമോ നാളിലേക്കിഷ്ടരാ ചേർക്കപ്പെട്ടാവി ശുദ്ധരോട് കൂടെ എന്നെയും കാണുമോ എന്നെയും കാണുമോ എന്നെയും കാണുമോ ചൊല്ല് മാനാമേ വീണ കേളെ ധാരിച്ചോട് താൻ മുൻപിൽ സന്തോഷപാരി പുനരായുച്ചത്തിൽ തന്നെ എന്നോ സ്തുതിക്കുന്നവരോട് എന്നെയും കാണുമോ എന്നെയും കാണുമോ
കഴുകപ്പെട്ട വെള്ള നീലയാംഗികളെ ധരിച്ചോ മഹാശോഭിതമായുള്ള സമൂഹേ എന്നെയും കാണുമോ എന്നെയും കാണുമോ എന്നെയും കാണുമോ ചൊല്ല് മനമേ കയ്യിൽ കുരുത്തോല കേളെ പിടിച്ചോ മഹാരക്ഷാന നമ്മുടെ ദൈവത്തിനോ കുഞ്ഞാടിനുമേ എന്നാർക്കും കൂട്ടരോടെ എന്നെയും കാണുമോ എന്നെയും കാണുമോ എന്നെയും കാണുമോ ചൊല്ല് മനമേ സ്തുതി ഈ മഹത്വം ജ്ഞാന ശക്തി സ്തോത്ര നമ്മുടെ ദേവനും എല്ലാദൂതന്മാരോ താൻ മുൻപിൽ കാവി വീണാർക്കും കാലേ എന്നെയും കാണുമോ എന്നെയും കാണുമോ എന്നെയും കാണുമോ ചൊല്ല് മനമേ മരണത്തോളം നീ വിശ്വസ്തനായ താൻ ചൊല്ലോർത്തോ പ്രയാസം നീ സഹിച്ചാൽ കൂടെ ഇരുത്തോ താനിനപ്പോഴേ എന്നെയും കാണുമോ എന്നെയും കാണുമോ എന്നെയും കാണുമോ ചൊല്ലൻ മനമേ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയുമെന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാവുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നുമുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്രകാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവിനിലും ആകുന്നുവെന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവിനിലും എന്ന് എന്നെ വിശ്വസിപ്പിൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പിൻ. ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിലും വലിയതും അവൻ ചെയ്യും. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെ പിതാവ് പുത്രനിൽ മഹത്വപ്പെടുത്തപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെ ഞാൻ ചെയ്തു തരും.
നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോട് ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായാൽ അതിന് അവനെ ലഭിക്കാൻ കഴിയില്ല. അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നുണ്ട്, നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങളെന്ന് അറിയും. എൻ്റെ കൽപ്പനകൾ ലഭിച്ച് ബഹുമാനിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. ഇസ്കരിയോത്താവല്ലാത്ത യൂദാവിനോട്, കർത്താവെ, എന്ത് സംഭവിച്ചിട്ടാകുന്നു? നീ ലോകത്തിനല്ല ഞങ്ങൾക്കത്ര നിന്നെ വെളിപ്പെടുത്തുവാൻ പോകുന്നു എന്ന് ചോദിച്ചു. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നില്ല. നിങ്ങൾ കേൾക്കുന്ന വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റെ അത്രയെന്ന് ഉത്തരം പറഞ്ഞു. Say la
ദൂതന്മാർ ജീവനും വെറുത്ത വീരന്മാർ നീതിമാന്മാരായ സിദ്ധന്മാർ ജീവനും വെറുത്ത വീരന്മാർ വീണവേലേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുവേ വീണവേലേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുവേ സദാ സന്നിടുന്നേ ശുഭ്രവസനായനെ പ്രിയനെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസനായനെ പ്രിയനെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ കൈകളാലെ തകരാത്തതാ പുരുഷാലെ നഗരമത് കൈകളാലെ തകരാത്തതാ പുരുഷാലെ നഗരമത് സദാകാലം ഞാൻ മണവാട്ടിയായി പരനോട് കൂടെ വാഴുവേ സദാകാലം ഞാൻ മണവാട്ടിയായി പരനോട് കൂടെ വാഴുവേ ദൂതസംഘ ഭാഗവേ എന്നെ ഏൽക്കുവാൻ സദാ സന്നദ്ധരായി നിൽക്കുന്നേ ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയനെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയനെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യപരമായി മരിച്ചവരുടെ ഇടയിൽ ഉയർത്തിരിക്കുന്നു. മനുഷ്യന് മരണമുണ്ടാകിയാൽ മനുഷ്യരുടെ ഉദ്ധാരവും മനുഷ്യൻ ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താത്താന്റെ നിലയിലത്രേ. ആദ്യബലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ, അവന്റെ വരവെങ്കിൽ പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവനെ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുക്കുന്നവൻ അവനൊഴികെ എന്ന് സ്പഷ്ടം. എന്നാൽ അവൻ സകലവും കീഴ്പ്പെടുന്ന ശേഷം ദൈവം സകലത്തിലും സകലവുമാകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. അല്ല, മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ എന്തു ചെയ്യും? മരിച്ചവർ കേവലം ഉയർത്തുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത് എന്തിന്? ഞങ്ങളും നാഴിക തോറും പ്രാണഭയത്തിൽ ആകുന്നത് എന്തിന്? സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവിങ്കൽ എനിക്ക് നിങ്ങളിലുള്ള പ്രശംസ തന്നെ ഞാൻ ദിവസേന മരിക്കുന്നു. ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് വെറും മാനുഷ്യം എന്ന് വരികിൽ എനിക്ക് എന്ത് പ്രയോജനം? മരിച്ചവർ ഉയർത്തുന്നില്ലെങ്കിൽ നാം തിന്നുക കുടിക്കുക നാളെ വെച്ചാകുമല്ലോ. പറ്റിക്കപ്പെടരുത്. ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. നീതിക്ക് നിർബന്ധരായി ഉണരുവീൻ. പാപം ചെയ്യാതിരിപ്പീൻ. ചിലർക്ക് ദൈവത്തെ കുറിച്ച് പരിജ്ഞാനമില്ല. ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായി പറയുന്നു. പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർത്തുന്നുവെന്നും ഏതുവിധം ശരീരത്തോടെ വരുമെന്നും ചോദിക്കും. മൂടാ, നീ വിതയ്ക്കുന്നത് ചെന്നില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നത്
പൊന്നിന്റെയോ മറ്റു വല്ലതിന്റെയോ ഒരു മണി എത്ര വിതയ്ക്കുന്നത്? ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിന് ഒരു ശരീരവും ഓരോ വിത്തിന് അതിനെന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മനുഷ്യരുടെ പുനരുദ്ധാനവും ഒന്നും തന്നെ. ദ്രവത്വത്തെ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തെ ഉയർത്തുന്നു. അവമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർത്തുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർത്തുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർത്തുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹമായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീകമല്ല, പ്രാകൃതമത്രേ ഒന്നാമതായത്. ആത്മേകം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാലത്തിൽ പെട്ടെന്ന് കണ്ണു നിൽക്കുന്നതിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. പാപം ധരിക്കും. മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുകയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുകയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങളോടൊപ്പുള്ളവരും കുടുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമില്ല എന്നറിഞ്ഞിരിക്കയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും ശ്രദ്ധിച്ചു വരുന്നവരും ആകുകയും. സഹായിക്കും ലോകം തുണയ്ക്കുമോ? ജീവൻ പോയിടുമ്പോൾ ആശ്രയമാരുള്ളോ? ആരു സഹായിക്കും ലോകം തുണയ്ക്കുമോ? ജീവൻ പോയിടുമ്പോൾ ആശ്രയമാരുള്ളോ? സ്നേഹിതന്മാർ വന്നാൽ ചേർന്നരികിൽ നിൽക്കും. ക്ലേശമോടെല്ലാരും കണ്ണുനീർത്തുകിടും. സ്നേഹിതന്മാർ വന്നാൽ ചേർന്നരികിൽ നിൽക്കും. ക്ലേശമോടെല്ലാരും കണ്ണുനീർത്തുകിടും. ജീവന്റെ നായകൻ ദേഹിയെ ചോദിച്ചാൽ ഇല്ലെന്നുവാൻ പോരലെ ആരുള്ള? ജീവന്റെ നായകൻ ദേഹിയെ ചോദിച്ചാൽ ഇല്ലെന്നോതുവാൻ പോരലെ ആരുള്ള? ഭാര്യമക്കൾ ബന്ധുമിത്രത്ത് ഏതം പെരുകിട്ടു അറിവിലടിക്കുന്നു. ഭാര്യമക്കൾ ബന്ധു പ്രേരമാനത്ത് ഏതം പെരുകിട്ടു അറിവിലടിക്കുന്നു.
ശീഘ്രമായി പ്രാപിപ്പാൻ ലോകം വിട്ടിടുന്നു. താൻ ചെയ്ത കർമ്മങ്ങൾക്കൊത്തവ് ശീഘ്രമായി പ്രാപിപ്പാൻ ലോകം വിട്ടിടുന്നു. കണ്ണുകളടയുമ്പോ കേൾവി കുറയുമ്പോ എന്മാണാളൻ ക്രൂശിനെ കാണിക്ക. കണ്ണുകളടയുമ്പോ കേൾവി കുറയുമ്പോ ക്രൂശിനെ കാണിക്ക. ദൈവമേ നിൻ മുന്നിൽ ഞാൻ വരുന്നേരത്ത് നിന്റെ വാത്സല്യം നീ എനിക്കേകണേ. ദൈവമേ നിൻ മുന്നിൽ ഞാൻ വരുന്നേരത്ത് നിൻമുഖവാത്സല്യം നീ എനിക്കേകണേ. യേശു മണവാള സകലവും മായിച്ചു നിന്നരികിൽ നിൽപ്പാൻ യോഗ്യനാക്കണമേ. യേശു മണവാള സകലവും മായിച്ചു നിന്നരികിൽ നിൽപ്പാൻ യോഗ്യനാകണമേ. ആരു സഹായിക്കും ലോകം തുണയ്ക്കുമോ ജീവൻ പോയിടുമ്പോൾ ആശ്രയമാരുള്ള. ആരു സഹായിക്കും ലോകം തുണയ്ക്കുമോ ജീവൻ പോയിടുമ്പോൾ ആശ്രയമാരുള്ളൂ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ, കൊച്ചുമക്കൾ, അതുപോലെ ബന്ധുപുത്രാദികൾ, സ്നേഹിതർ, അയൽവാസികൾ എല്ലാവർക്കും വീണ്ടുവരനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹത്തെ അറിയിച്ചുകൊള്ളുന്നു. ഈ പ്രിയ ഭവനവുമായി കഴിഞ്ഞ 3 വർഷക്കാലമായി എനിക്ക് മർത്തോമ സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ ഒരു സുവിശേഷൻ എന്ന നിലയിൽ പരിമലയിൽ താമസിച്ചുകൊണ്ട് ഈ പ്രിയപ്പെട്ട ഭവനത്തിൽ അനേക പ്രാവശ്യങ്ങൾ കടന്നു വരുവാനും പ്രിയപ്പെട്ട പിതാവിനോട് ചേർന്ന് ദീർഘസമയങ്ങൾ ഞങ്ങൾക്ക് ഒന്നിച്ചിരുന്ന് സംസാരിക്കുവാനും പ്രിയപ്പെട്ട പിതാവിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ സമയങ്ങളിലും പ്രിയ പിതാവിൻ്റെ ആ സ്നേഹങ്ങൾ അനുഭവിപ്പാൻ എന്നെയും ദൈവം ബലപ്പെടുത്തി. ഈ പ്രിയപ്പെട്ട പിതാവിൻ്റെ പ്രിയ ദാസി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. പ്രിയപ്പെട്ട മകൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. പ്രിയപ്പെട്ട കൊച്ചുമക്കളും പ്രിയദാസിയും പുതിയയിലായിരിക്കുന്ന പ്രിയപ്പെട്ട മകനിവിടേകയായി പാർക്കുന്ന അനേക സമയങ്ങളിൽ ഇവിടെ കടന്നു വന്ന പ്രിയപ്പെട്ട അച്ഛനോട് ചേർന്ന് എനിക്ക് പാടുവാനും പ്രാർത്ഥിക്കുവാനും സ്നേഹങ്ങൾ കൂട്ടായ്മ വെക്കുവാനും പ്രിയപ്പെട്ട പിതാവിൻ്റെ ശാരീരികമായ അസ്വസ്ഥതകളിലും വേദനകളിലും ഒക്കെ ദുഃഖത്തിലും ഒക്കെ ഒന്നിച്ച് പ്രാർത്ഥിച്ച് നിന്റെ മകന് ആശ്വാസങ്ങളും സമാധാനത്തിൻ്റെ നല്ല വാക്കുകൾ പങ്കുവെക്കുവാനൊക്കെ കഴിഞ്ഞ അനേക സമയങ്ങളിൽ എനിക്ക് ഇടയാക്കി. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുവാണ്. പ്രിയപ്പെട്ട പിതാവ് ഇവിടെ ഒറ്റയ്ക്ക് പാർക്കുമ്പോൾ ഞാൻ ഏകനാണ് എന്നുള്ള ഒരു ചിന്ത ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് എങ്കിലും പുറമേ അതൊന്നും കാണിക്കാതെ, മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ, മറ്റുള്ളവരെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ആ ഭവനത്തിൽ പാർത്തുകൊണ്ട് ജീവിച്ച് തന്നെ ഭക്ഷണങ്ങൾ വെച്ചും അതുപോലെ തന്നെ വീടും പരിസരവും എല്ലാം വൃത്തിയാക്കി അതുപോലെ തന്നെ വരുന്ന ദൈവമക്കളെ സ്നേഹിച്ച്, ഇടവകയെ സ്നേഹിച്ച്, സഭയെ സ്നേഹിച്ച്, മിഷൻ ഫീൽഡുകളെ സ്നേഹിച്ച് ദൈവം കൊടുത്ത വിലയേറിയ ആയുസിന്റെ ആ നല്ല സമയം വരെ പ്രിയപ്പെട്ട പിതാവിന് ജീവിപ്പാൻ ദൈവം കൊടുത്ത നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുവാണ്. ആ ഏകയായി താമസിക്കുന്ന സമയങ്ങൾ ദുഃഖത്തിന്റെ ഒക്കെ
ഹൃദയത്തിൽ ഉള്ളിൽ തട്ടുമ്പോഴും എനിക്ക് ആ കർത്താവായ യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ ജീവിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും എവിടെ ആരാധനയിലും പാട്ടിൽ അതുപോലെ കൂട്ടായ്മ ബന്ധങ്ങളിലും സെൻട്രൽ മീറ്റിങ്ങിനാണെങ്കിലും എപ്പോഴും എത്രത്തോളം ആരോഗ്യമുള്ള എല്ലാ സമയങ്ങളിലും നിന്റെ മകൻ കടന്നു പോകുവാനൊക്കെ ദൈവം കൊടുത്ത നല്ല വിലയേറിയ സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുവാണ്. ആ പ്രിയം വെച്ച നിത്യഭവനത്തിൽ നിന്റെ മകനെ ചേർത്തിരിക്കുന്നു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുവാണ്. നമുക്കും ഇന്നല്ലെങ്കിൽ നാളെ അല്ലെ അടുത്ത നിമിഷം നമുക്കൊരു വേർപാടുണ്ട് എന്ന് നമുക്ക് ഈ ലോകത്തിലെ കഷ്ടതകളും വേദനകളും ബുദ്ധിമുട്ടുകളും എല്ലാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ അതിനെ തരണം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ആ നിത്യമായ ഭവനത്തിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പ്രിയപ്പെട്ട മക്കളും ആ ധന്യമായ നല്ല ജീവിതം നയിക്കുവാൻ നിന്റെ മക്കളെ എല്ലാവരെയും ദൈവം ബലപ്പെടുത്താം. പ്രിയപ്പെട്ട പിതാവ് കാണിച്ചു കൊടുത്ത നല്ല വാക്കുകൾ, നല്ല ചിന്തകൾ, അതുപോലെ നല്ല പ്രവർത്തന മേഖലകൾ എല്ലാം പ്രിയപ്പെട്ട കൊച്ചു മക്കൾക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ, അവരുടെ ഭാവി ജീവിതത്തിന് ഒരു മുതൽക്കൂട്ടായി തീരുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ഈ സമയം പ്രത്യേക ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ മർത്തമ സന്നദ്ധ അസോസിയേഷൻ നിർവഹണ സെന്ററിന്റെ പരിമല മിഷൻ സെന്റർ കടന്നു വന്ന പ്രിയപ്പെട്ട പിതാവ് ഞങ്ങളോടൊപ്പം ഒന്നിച്ച് കൂട്ടായ്മ അനുഭവിക്കാനും അവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് കടന്നു വന്നപ്പോൾ രാവിലെ മുതൽ അവിടെ കടന്നു വന്ന് ആ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം കൊടുക്കുകയും പ്രിയപ്പെട്ട വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളൊക്കെ മിഷൻ ഫീൽഡിനെ സ്നേഹിച്ച അതുപോലെ തന്നെ അസോസിയേഷനെ സ്നേഹിച്ച ഒരു പിതാവായിരുന്നു. അനേക ദൈവ മക്കളെ സ്നേഹിച്ച ഒരു പിതാവായിരുന്നു. ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ നിന്റെ മകനെ ദൈവം ചെയ്തിട്ടുള്ള എല്ലാ ശുശ്രൂഷ മേഖലകളും വരുന്ന നാളുകളിൽ ജീവനോടെ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും പ്രാവർത്തികമാക്കിക്കൊണ്ട് ആ പാത പിന്തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വിശുദ്ധാത്മാ നമ്മളെല്ലാവരെയും ദൈവം ബലപ്പെടുത്തട്ടെ. പ്രഥമ സന്നദ്ധ സുവിശേഷ സംഘത്തിന്റെ നിർണയ സെന്റർ പരിമല മിഷൻ സെന്ററിന്റെ നാമത്തിലും എന്റെ വ്യക്തിപരമായ നാമത്തിലുള്ള അനുശോചനവും ഞാൻ ഈ സമയം അറിയിച്ചുകൊള്ളുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, സുസ്ഥനായ ഞങ്ങളുടെ കർത്താവേ, ഈ ഒരു നല്ല പ്രഭാതത്തിൽ ദുഃഖം കർത്താവെ കെട്ടുനിൽക്കുന്ന പ്രിയപ്പെട്ട ഭവനത്തിൽ നമുക്ക് ഒന്നിച്ച് ആയിത്തീരുവാൻ പ്രിയപ്പെട്ട പിതാവിന്റെ ധന്യമായ നല്ല ദൈവത്തെ കർത്താവെ ഓർക്കുവാനും ധ്യാനിക്കുവാനും അതുപോലെ പ്രിയപ്പെട്ട പിതാവിനെ സന്തോഷത്തോടെ യാത്ര അയപ്പാനും ദൈവം നമുക്ക് തന്ന വലിയ സമയത്തിനായി ദൈവത്തിന് സ്തുതിക്കുന്നു. കർത്താവെ, പ്രിയപ്പെട്ട പിതാവിന്റെ ധന്യമായ നല്ല ജീവിതത്തിനായി സ്തോത്രം. ഈ ലോകത്ത് ജനിച്ച് വളർന്ന് കുടുംബജീവിതം നയിച്ച് കുഞ്ഞുങ്ങളെ കർത്താവെ വളർത്തി അവരുടെ ചെറുതുമായ നന്മകൾ ഒക്കെ കണ്ട് അവരുടേതായ ജീവിതത്തിന്റെ കർത്താവെ മാതാപിതാ പ്രിയ ദാസിയുടെ വേർപാട്, മകന്റെ വേർപാട്, അതിന്റെ ഒക്കെ മധ്യത്തിൽ പ്രിയപ്പെട്ട പിതാവിന് ധൈര്യത്തോട് ഉറപ്പോട് ആ വിശ്വാസത്തിന് നായകനും പൂർത്തിവചനുമായ യേശുക്രിസ്തുവിന്റെ മുഖത്ത് നോക്കി ജീവിച്ച് ആ പ്രിയപ്പെട്ട പിതാവും ഈ ധന്യമായ ജീവൻ നയിപ്പാൻ നിന്റെ മകനെ ദൈവം ബലപ്പെടുത്തി നല്ല വിധങ്ങൾക്കായി സ്തോത്രം. ആ പ്രിയപ്പെട്ട പിതാവ് കർത്താവ് ആ നിത്യഭവനത്തിലെ പ്രിയപ്പെട്ട ദാസിയോടും മകനോടും ചേർന്ന് ഒന്നിച്ച് കർത്താവ് കാണത്തക്ക രീതിയിൽ ദൈവം പ്രവർത്തിച്ചതിനായി നന്ദിയോട് സ്തോത്രം. കർത്താവ് നിന്റെ മകന്റെ ധന്യമായ ജീവിതം ഞങ്ങളുടെ ദേശത്തിനായി ചുറ്റുപാടിനെ അതുപോലെ ഞങ്ങളുടെ സഭയ്ക്ക് അതുപോലെ ഞങ്ങളുടെ ഇടവയ്ക്ക് ദൈവനാമ മഹത്വത്തിന് അനേക എളിയവർക്ക് നിന്റെ മകന് ഒരു അനുഗ്രഹമായി തീർന്നല്ലോ. ആ ധന്യമായ ആ പിതാവിന്റെ കർത്താവ് ശുശ്രൂഷകളൊക്കെ കർത്താവെ ഞങ്ങളും അത് ഏറ്റെടുത്തുകൊണ്ട് തുടർന്ന് പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഞങ്ങളെയും ദൈവം ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. താനുമായി കൊടുത്ത കർത്താവ് കൊച്ചുമക്കളെ 3 പേരെയും പ്രിയദാസിയെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുവാണ്. നിന്റെ മക്കൾക്ക് കർത്താവ് നന്ദിയോട് സ്തോത്രം. ചാരുവാൻ ഈ ലോകത്തിലുള്ള പ്രിയപ്പെട്ടവരുടെ ഒക്കെ വേർപാട് നിന്റെ കുഞ്ഞുങ്ങൾക്ക് സഹിക്കുവാൻ ഒക്കുന്നതല്ല എങ്കിലും ആ നിത്യമായ ഞങ്ങളോട് കൂടെ നടക്കുന്ന ഞങ്ങളെ കരുതുന്നവ ഞങ്ങളുടെ ഒരു ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് നിന്റെ മക്കൾ എവിടെ പാർത്താലും എവിടെ ജീവിച്ചാലും ആ വിശ്വാസത്തിന് നായകനും പൂർത്തിവൃത്തനുമായ യേശുക്രിസ്തുവിന്റെ മുഖത്ത് നോക്കി കർത്താവ് ധന്യമായ ജീവൻ നയിപ്പാൻ പ്രിയദാസിയെയും കർത്താവ് 3 കുഞ്ഞുമക്കളെയും ദൈവത്തെ ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവരുടെ ധന്യമായ ഭാവി ജീവിതത്തിനായി ഞങ്ങൾ ഞങ്ങൾ സ്തോത്രം ചെയ്ത് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുവാണ്. കുഞ്ഞുങ്ങൾക്ക് സമാധാനവും നല്ല പ്രത്യാശയും നല്ല ധൈര്യവും നല്ല ഉറപ്പും നല്ല വിദ്യാഭ്യാസവും അവരുടെ ജീവിതത്തിന് കർത്താവിനെ കൊടുത്ത് അവരെ മാനിക്കണമേ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ബന്ധുമിത്രാദികളെ, സ്നേഹിതരെ, അയൽവാസികളെ, ഇടവക്കാരെ ഞങ്ങളെല്ലാവരെയും നിന്റെ കരങ്ങളെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുവാണ്. പ്രിയ പിതാവറ്റയ്ക്ക് ഇവിടെ പാർത്തപ്പോൾ നിന്റെ മകനെ സ്നേഹിക്കുവാനും കരുതുവാനും ശുശ്രൂഷിപ്പാനും തിരക്കുവാനും അന്വേഷിക്കുവാനും നിന്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ
കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുവാണ്. നിന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ വേർപാടിൽ നിന്റെ മക്കളെയും ബലപ്പെടുത്തുകയും സഹായിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് അടുത്ത നിമിഷം ഞങ്ങൾക്കും ഇതുപോലൊരു വേർപാടുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് ആ പ്രിയ നിത്യഭവനത്തിൽ പിതാവിനെ ഒന്നിച്ചു കാണാമെന്നുള്ള പ്രത്യാശയോട് കർത്താവ് ഞങ്ങൾക്ക് എല്ലാവർക്കും ജീവിപ്പാൻ ദൈവം ഇതിന്റെ വിശുദ്ധാത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. തുടർന്ന് കടന്നുവരത്തെയും ചാരത്തെയും ഇതുവരെ ഇനി ആരെങ്കിലും കടന്നു വരാനുള്ള എല്ലാ പ്രിയപ്പെട്ട മക്കളെയും തക്ക സമയത്ത് കർത്താവ് ഇനി കൂട്ടുവരുത്തണമേ. അവിടെ യാത്രയെ കൊണ്ടിരിക്കണമേ. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷയുടെ മേലും ദൈവത്തിന്റെ നാമം മുഹൂർത്തപ്പെടുവാൻ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടവനായ നന്ദിയോട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ. ഭാഗ്യനാട്ടിൽ ചെന്ന ശുദ്ധരോട് ഒത്തു ഞാൻ യേശുവേ വാഴ്ത്തിടുമേ. ഭാഗ്യനാട്ടിൽ ചെന്ന ശുദ്ധരോട് ഒത്തു ഞാൻ യേശുവേ വാഴ്ത്തിടുമേ. വീട് നീ എൻ്റെ ആമേൻ്റെ മന്നനെയോ തോ ഞാൻ അന്തിരുന്ന ആമത്ത് നായി നായാകെ നാമേൻ്റെ മന്നനെയോ ഓർത്തു ഞാൻ അന്തിരുന്ന ആമത്ത് നായി. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ. ഭാഗ്യനാട്ടിൽ ചെന്ന ശുദ്ധരോടൊത്തു ഞാൻ യേശുവേ വാഴ്ത്തിടുമേ. ഭാഗ്യനാട്ടിൽ ചെന്ന ശുദ്ധരോടൊത്തു ഞാൻ യേശുവേ വാഴ്ത്തിടുമേ. സ്വർഗഭാഗ്യ അമർക്കുമ്പോൾ എൻ്റെ ഉള്ളമനോ അമ്മയ്ക്ക് കാളി ഇച്ചൻ്റെ സന്തോഷരാജ്യത്തിൽ വേഗം ഞാൻ ചേർന്നിടുമേ. കാളി ഇച്ചൻ്റെ സന്തോഷരാജ്യത്തിൽ വേഗം ഞാൻ ചേർന്നിടുമേ. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ. ഭാഗ്യനാട്ടിൽ ചെന്ന ശുദ്ധരോടൊത്തു ഞാൻ യേശുവേ വാഴ്ത്തിടുമേ. ഭാഗ്യനാട്ടിൽ ചെന്ന ശുദ്ധരോടൊത്തു ഞാൻ യേശുവേ വാഴ്ത്തിടുമേ. ഓരോ ദിവസവും ഞാൻ എൻ്റെ
സേവനം ചെയ്തു ഞാൻ ആർവോടാണ് ഞെടുമേ പാതയിൽ സേവനം ചെയ്തു ഞാൻ മാറോടാണ് ഞെടുമേ ഭാഗ്യ നാട്ടിൽ പോകും ഞാൻ എൻ്റെ ഭാഗ്യ നാട്ടിൽ പോകും ഞാൻ ഭാഗ്യ നാട്ടിൽ ചെന്ന് ശോധരോടൊത്തു ഞാനേ യേശുവേ വാഴ്ത്തിടുമേ ഭാഗ്യ നാട്ടിൽ ചെന്നു ശോധരോടൊത്തു ഞാനേ യേശുവേ വാഴ്ത്തിടുമേ. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 1 മുതലുള്ള വേദഭാഗം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിൻ്റെ 1 മുതൽ. അപ്പോൾ യോസേഫ് തൻ്റെ അപ്പൻ്റെ മുഖത്ത് വീണ് കരഞ്ഞ് അവനെ ചുംബിച്ചു. പിന്നെ തൻ്റെ അപ്പന് സുഗന്ധവർഗ്ഗം ഇടുവാൻ യോസേഫ് അതിന് ദാസന്മാരായ വൈദ്യന്മാരോട് കൽപ്പിച്ചു. വൈദ്യന്മാർ ഇസ്രായേലിന് സുഗന്ധവർഗ്ഗം ഇട്ടു. അങ്ങനെ 40 ദിവസം കഴിഞ്ഞു സുഗന്ധവർഗ്ഗം ഇടുവാൻ അത്ര ദിവസം വേണ്ടിവരും. മിസ്രയീമ്യർ അവനെക്കുറിച്ച് 70 ദിവസം വിലാപം കഴിച്ചു. അവനായുള്ള വിലാപകാലം കഴിഞ്ഞപ്പോൾ യോസേഫ് ഫറവോന്റെ ഗൃഹക്കാരോട് സംസാരിച്ചു. നിങ്ങൾക്ക് എന്നോട് ദയയുണ്ടെങ്കിൽ നിങ്ങൾ ഫറവോനോട്, എൻ്റെ അപ്പൻ ഇതാ ഞാൻ മരിക്കുന്നു, ഞാൻ കനാൻ ദേശത്ത് എനിക്ക് വേണ്ടി വിട്ടിരിക്കുന്ന കല്ലറയിൽ തന്നെ നീ എന്നെ അടക്കണമെന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് സത്യം ചെയ്യിച്ചിട്ടുണ്ട്. ആകയാൽ ഞാൻ പോയി എൻ്റെ അപ്പനെ അടക്കി മടങ്ങി വരുവാൻ അനുവാദത്തിന് അപേക്ഷിക്കുന്നുവെന്ന് ഉണർത്തിപ്പീനെന്ന് പറഞ്ഞു. നിന്റെ അപ്പൻ നിന്നെക്കൊണ്ട് സത്യം ചെയ്യിച്ചതുപോലെ നീ പോയി അവനെ അടക്കുക എന്ന് ഫറവോൻ കൽപ്പിച്ചു. അങ്ങനെ യോസേഫ് അപ്പനെ അടക്കുവാൻ പോയി. ഫറവോന്റെ ഭൃത്യന്മാരും കോവിലധികാരികളും മിസ്രയീം ദേശത്തിലെ പ്രമാണികളും യോസേഫിന്റെ കുടുംബമൊക്കെയും അവന്റെ സഹോദരന്മാരും പിതൃഭവനവും അവനോടുകൂടെ പോയി. തങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും ആടുമാടുകളെയും മാത്രം അവർ ഗോസേൻ ദേശത്ത് വിട്ടേച്ചു പോയി. രഥങ്ങളും കുതിരയാളുകളും അവനോടുകൂടെ പോയി. അത് എത്രയും വലിയ കൂട്ടമായിരുന്നു. അവർ യോർദാൻ എതിരെയുള്ള ഗോലിൻ ആദാദിൽ എത്തിയപ്പോൾ അവിടെ വെച്ച് എത്രയും ഗൗരവമായ പ്രലാപം കഴിച്ചു. ഇങ്ങനെ അവൻ 7 ദിവസം തൻ്റെ അപ്പനെക്കുറിച്ച് വിലാപം കഴിച്ചു. ദേശനിവാസികളായ കനാന്യർ ഗോരേൻ ആദാദിലെ വിലാപം കണ്ടിട്ട് ഇത് മിസ്രയീമ്യരുടെ മഹാവിലാപം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ആബേൽ മിസ്രയീം എന്ന പേരായി. അത് യോർദാനക്കരയായിരുന്നു. അവൻ കൽപ്പിച്ചതുപോലെ പുത്രന്മാർ അവനെ ചെയ്തു. അവന്റെ പുത്രന്മാർ അവനെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോയി. മമ്രയ്ക്ക് സമീപം അബ്രഹാം ഹിത്യനായ എഫ്രോനോട് നിലത്തോടുകൂടെ ശ്മശാന ഭൂമിയായി ജന്മം വാങ്ങിയ മക്ബേല എന്ന നിലത്തിലെ ഗുഹയിൽ അവനെ അടക്കം ചെയ്തു. യോസേഫ് അപ്പനെ അടക്കിയ ശേഷം അവനും സഹോദരന്മാരും അവന്റെ അപ്പനെ അടക്കുവാൻ കൂടെ പോയിരുന്ന എല്ലാവരും മിസ്രയീമിലേക്ക് മടങ്ങിപ്പോന്നു. അപ്പൻ മരിച്ചുപോയെന്ന് യോസേഫിന്റെ സഹോദരന്മാർ കണ്ടിട്ട്, പക്ഷേ യോസേഫ് നമ്മെ ദ്വേഷിച്ച് നാം അവനോട് ചെയ്ത സകല ദോഷത്തിനും നമ്മോട് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞു. അവർ യോസേഫിന്റെ അടുക്കൽ ആളയച്ചു. അപ്പൻ മരിക്കുമ്പോൾ ഒരു സഹോദരന്മാർ നിന്നോട് ദോഷം ചെയ്തു, അവർ ചെയ്ത അതിക്രമവും പാപവും നീ ക്ഷമിക്കണമെന്ന് യോസേഫിനോട് പറവീനെന്ന് കൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ അപ്പന്റെ ദൈവത്തിന്റെ ദാസന്മാർ ദ്രോഹം ക്ഷമിക്കണമേ എന്ന് പറയിച്ചു. അവർ യോസേഫിനോട് സംസാരിക്കുമ്പോൾ അവൻ കരഞ്ഞു. അവന് സഹോദരന്മാർ ചെന്ന് അവന്റെ മുമ്പാകെ വീണു. ഇതാ ഞങ്ങൾ നിനക്ക് അടിമകളെന്ന് പറഞ്ഞു. യോസേഫ് അവരോട്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്ത് ഇരിക്കുന്നുവോ? നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും പോറ്റി രക്ഷിക്കും എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി. യോസേഫും അവന്റെ പിതൃഭവനവും മിസ്രയീമിൽ പാർത്തു. യോസേഫ് 110 സംവത്സരം ജീവിച്ചിരുന്നു. എഫ്രൈമിന്റെ 3ാം തലമുറയിലെ മക്കളെയും കണ്ടു. മനശ്ശയുടെ മകനായ മാഖീറിന്റെ മക്കളും യോസേഫിന്റെ മടിയിൽ വളർന്നു. അനന്തരം യോസേഫ് തന്റെ സഹോദരന്മാരോട്, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്ത് നിന്ന് താൻ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത് ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ
നിങ്ങൾ എൻ്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് യോസേഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. യോസേഫ് 110 വയസ്സുള്ളവനായി മരിച്ചു. അവർ അവന് സുഗന്ധവർഗ്ഗം ഇട്ട് അവനെ മിസ്രൈമിൽ ഒരു ശവപ്പെട്ടിയിൽ വെച്ചു. പാപലോകത്തിൽ കിടന്നു പാടുപേടുന്ന പാപലോകത്തിൽ കിടന്നു പാടുപേടുന്ന എനിക്കെപ്പോഴ് എൻ്റെ മോശാവീട്ടിൽ ചെന്നു ചേർന്നിടാൻ എനിക്കെപ്പോഴ് എൻ്റെ മോശാവീട്ടിൽ ചെന്നു ചേർന്നിടാൻ മുൻപേ പോയിടുന്നോർ ഭാഗ്യമുള്ള മുൻപേ പോയിടുന്നോർ ഭാഗ്യമുള്ള അന്നിലുള്ള അഷ്ടാകൾ നീങ്ങി സ്വസ്ഥരായ അവർ മന്നിലുള്ള അഷ്ടാകൾ നീങ്ങി സ്വസ്ഥരായ അവർ ലോകസംബന്ധഭവന വിട്ടുപോയ ലോകസംബന്ധഭവന വിട്ടുപോയ മോശെ കൈകളാൽ തീർക്കാത്ത വീട്ടിൽ പാർത്തിടാമൽ മോക്ഷേ കൈകളാ തീർക്കാത്ത വീട്ടിൽ പാർത്തിടാമല്ലോ രണ്ടിന ഉഞ്ചാരങ്ങി ഞാനും വാഞ്ചിച്ചിടുന്നു രണ്ടിന ആഞ്ഞാരങ്ങി ഞാനും വാഞ്ചിച്ചിടുന്നു ആത്മാ വീണ്ടെടു പുത്രസന്തോ ഓഷത്തിലെ തോവാനാൽമാ വീണ്ടെടു പുത്രസന്തോ ഓഷത്തിലെ വാനിഞ്ഞു പേടു പാടുകൾ ശ്വാസ പാടിഞ്ഞു പേടും പാടുകൾ ശ്വാസ പ്രാപിപ്പാനെ എൻ്റെ മംഗല മോക്ഷ
എത്തും ഞാനെൻ്റെ മംഗല മോക്ഷാപുരത്തിൽ എപ്പോഴെത്തും ഞാൻ പ്രാവിനെ പോൽ രണ്ടു ചേരാകുണ്ട നാഹിൽ ഞാൻ പ്രാവിനെ പോൽ രണ്ടു ചേരാകുണ്ട നാഹിൽ ഞാൻ ശേഖ എത്തുമ്പ ആരാനെൻ്റെ മാണ വാളൻ സാനി ശേഖ എത്തുമ്പ ആരാനെൻ്റെ മാണ വാളൻ സാനി സ്വർഗഭാഗ്യ എത്ര യോഗ്യ ഓർക്കുവാൻ സ്വർഗഭാഗ്യ എത്ര യോഗ്യ ഓർക്കുവാൻ അതേൻ ഭാഗ്യ മോർക്കോ കാശായെ ഏറോമേയാതെ ഭാഗ്യമോ ഓർക്കും തോറുമേരി കാശായേറോമേ പ്രാർത്ഥിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധനുമായ സ്ത്രീ തന്റെ സ്ത്രീകളാകാശം നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനോശന ദൈവം പരിശുദ്ധനാകുന്ന 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 നിങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്ത്രീകളെ പോലെ ഭൂമിയിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള ബലികൾ തരണമേ. ഞങ്ങളുടെ വീടുകളും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്കുള്ള പ്രവേശിക്കരുത്, പിന്നെ ദുഷ്ണങ്ങളെ രക്ഷിക്കണമേ. പറയുമേ നിനക്ക് സമാധാനം നിന്നോടുകൂടെ നീ സ്ത്രീകളും കർത്താവിൽ ഇത്രയും സ്നേഹിക്കപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, സഭാപ്രസംഗന്റെ പുസ്തകത്തിലെ 7-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ തന്നെ നാം എല്ലാവരും കടന്നു വന്നിരിക്കുന്ന ഒരു വേർപാടിന്റെ ഭവനത്തിലേക്കാണ്. ബുദ്ധിമാന്റെ ഹൃദയം വേർപാടിന്റെ ഭവനത്തിലും അതേസമയം ഭോഷന്റെ ഹൃദയം വിരുന്ന ഭവനത്തിലുമായിരിക്കുന്ന വചനം നമ്മളെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നത്. ഈ ഭവനത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഒരു പ്രിയപ്പെട്ട പിതാവിന്റെ വേർപാടിന്റെ നിമിഷത്തിലെത്തിയിരിക്കുന്ന അവസരത്തിൽ
യോബിന്റെ പുസ്തകത്തിലെ 5-ാം അധ്യായത്തിലെ 26-ാം വാക്യത്തിൽ പറയുകയാണ്, വിളഞ്ഞ കറ്റ യഥാകാലം മെതിക്കളത്തിലെത്തുന്നത് പോലെ നീ നിറഞ്ഞ വാർദ്ധക്യത്തില് നീ ശവകുടീരത്തെ പ്രാപിക്കും. ഏറെക്കാലം ഈ ലോകത്തിൽ ജീവിച്ച് വാർദ്ധക്യത്തിന്റെ നാളുകളിലൂടെ കടന്ന് ദൈവം വിളിച്ച സമയത്ത് ദിവസങ്ങളിലേക്ക് കടന്നുപോയ ഒരു പ്രിയപ്പെട്ട പിതാവിന്റെ വേർപാടിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരണം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ബുദ്ധിമാൻ വേർപാടിന്റെ ഭവനത്തിൽ എപ്പോഴും ശ്രദ്ധിക്കുന്നത്. 90-ാം സങ്കീർത്തനത്തിലെ 10-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നൊരു കാര്യമാണ്, മനുഷ്യന്റെ ആയുസ് 70 ഏറിയാൽ 80 70 ആയാലും അത് ദുഃഖവും ദുരിതവും ക്ലേശവും നിറഞ്ഞതാണെങ്കിലും അതും വളരെ പെട്ടെന്ന് കടന്നു പോകുന്ന വചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് 12-ാമത്തെ വാക്യത്തില് വചനത്തിൽ നമ്മളെ പ്രത്യേകമായിട്ട് സങ്കീർത്തനം അർപ്പിക്കുന്നു, കർത്താവേ ആയുസ്സിന്റെ ദിനങ്ങൾ എണ്ണാൻ എന്നെ പഠിപ്പിക്കണമേ, എന്നെ പ്രത്യേകം പഠിപ്പിക്കുക. ഒരു മനുഷ്യന് ലോകത്തിൽ ജീവിക്കുമ്പോൾ 100 കൊല്ലം ജീവിച്ചാലും 36,500 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 2 കൊല്ലം എന്ന് പറയുമ്പോഴാണ് 26,000 ദിവസങ്ങൾ മിച്ചമേ കാണത്തുള്ളൂ. ഈ ദാസൻ തമ്പുരാൻ അനുവദിച്ചു കൊടുത്ത നാളുകള് ആയുസ്സിന്റെ ദൈർഘ്യം എണ്ണിയാല് ഏതാണ്ട് 26,000-നടുത്തുള്ള ദിവസങ്ങളിൽ ലോകത്തിൽ ജീവിക്കാൻ തമ്പുരാൻ അനുവദിച്ചു. അങ്ങനെ കർത്താവിന്റെ നിയമമനുസരിച്ച്, കൽപ്പനയനുസരിച്ച് ഈ ശരീരത്തിൽ നിന്ന് വേർപെട്ടു. സഭാപ്രസംഗൻ 12:6 വെള്ളിച്ചരടുപൊട്ടും കനകപാത്രമുടയും നീർത്തത്തോടെ ചക്രം തകരും എന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ധൂളി അതിന്റെ ഉറവിടമായ മണ്ണിലേക്കും ദൈവത്തിന്റെ ചൈതന്യം ദൈവത്തിലേക്കും കടന്നു പോകുമെന്ന്. അത് മനുഷ്യ ജീവിതമെന്ന് പറയുന്നത് ശരീരവും ആത്മാവും ദൈവത്തിന്റെ ചൈതന്യം കൂടെ കൂട്ടിച്ചേർത്ത് കെട്ടിവെച്ചിരിക്കുന്ന ഒന്നാണ്. മരണത്തോടുകൂടി അത് 3ആയിട്ട് വേർപിരിയും. അങ്ങനെയാണ് 3ആയിട്ട് വേർപിരിയുന്ന നിമിഷമാണ് മരണം എന്ന് പറയുന്നത്. ശരീരത്തിന്റെ ഉറവിടമായ മണ്ണിലേക്കും ദൈവത്തിന്റെ ചൈതന്യം ദൈവത്തിലേക്ക് പോകും. ദൈവം തന്നിരിക്കുന്ന താൽക്കാലിക ജീവിതം കൊണ്ട് ആത്മാവിനെ നേടുവാൻ തന്നിരിക്കുന്ന ജീവിതത്തില് ആത്മാവിനോട് ജീവിച്ചതനുസരിച്ച് അതിനായിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് അത് മാറ്റപ്പെടുകയും ചെയ്യും. ഈ പ്രിയപ്പെട്ട പിതാവിനെ ഞാൻ അറിയുന്നത്, മനസ്സിലാക്കുന്നത് ഈ പിതാവിന്റെ പ്രിയപ്പെട്ട മകനിലൂടെയാണ്, സജിയിലൂടെയാണ്. 1988 പരിചയപ്പെട്ടത് 2004 പരിചയം കൂടുതൽ ശക്തമാക്കി. അതിനുശേഷം ആ ദാസന്റെ മരണത്തോടും പ്രിയപ്പെട്ട മകന്റെ ശവസംസ്കാര കർമ്മത്തിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട പിതാവിന്റെ ആ വലിയ പക്വതയോടുകൂടിയുള്ള ശാന്തതയോടുകൂടി ശാന്തമായിട്ട് സംയമനം പാലിച്ചു നിൽക്കുന്ന ആ ഒരവസ്ഥയൊക്കെ ഞാൻ കണ്ടുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവം കൊടുത്ത ജീവിതത്തിലെ ഓരോ നിമിഷവും തമ്പുരാന്റെ തിരുമനസ്സിന് വിധേയപ്പെട്ട് ജീവിച്ചു എന്നുള്ള സത്യം പൂർണ്ണമായിട്ട് തിരിച്ചറിയും. അതുകൊണ്ട് ഒരു മനുഷ്യൻ എത്ര നാളിൽ ലോകത്തിൽ ജീവിച്ചു എന്നുള്ളതല്ല പ്രധാനപ്പെട്ടത്, ജീവിക്കുന്നിടത്തോളം കാലം എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷത്തിലെ 16:26 വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? ആത്മാവിനെ നേടാൻ സാധിക്കാത്ത ഈ മനുഷ്യ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനമെന്ന് വളരെ വ്യക്തമായിട്ട് വചനത്തിലൂടെ ചോദിക്കുന്ന അവസരത്തില് അതിന്റെ പ്രസക്തി വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയുന്നത് ഒരു വേർപാടിന്റെ സമയത്താണെന്നറിയാം. ഈ ദാസൻ ദൈവം അനുവദിച്ചു കൊടുത്ത ഈ സാഹചര്യത്തിലെ ജീവിതത്തില് സ്വന്തം ആത്മാവിന് വേണ്ടി ഏറെ ശ്രദ്ധിച്ച് അധ്വാനിച്ച് ജീവിച്ച് ദൈവതിരുമനസ്സിന് കീഴ്പ്പെട്ട് തന്റെ ദൗത്യം പൂർത്തിയാക്കി തമ്പുരാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി എന്ന് തിരിച്ചറിയുകയാണ്. ഈ സന്ദർഭത്തില് ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ പ്രിയപ്പെട്ട ദാസനെ ഓർമ്മ സ്തുതിക്കാം, നന്ദി പറയാം. അതോടൊപ്പം തന്നെ വേർപാട് എപ്പോഴും വേദനാജനകമാണ്,
ഓരോ തരത്തിലാണ് ഓരോരുത്തരുമായിട്ട് ബന്ധപ്പെട്ട് ഈ വേർപാട് ബുദ്ധിമുട്ട് വരുത്തുന്നതും ദുഃഖം വരുത്തുന്നതും. പ്രത്യാശയോടെ കണ്ണിലൂടെ നോക്കുമ്പോൾ ശാന്തമായ ജീവിതം, സ്വസ്ഥമായ ജീവിതം പ്രത്യാശയോടെ ജീവിച്ച് പൂർത്തിയാക്കിയ ഈ വേർപാട് അനുഗ്രഹത്തിന്റെ വേർപാടായിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഈ സന്ദർഭത്തിൽ പൗലോസ് പറയുന്നത് പോലെ 1 കൊരിന്ത്യർ 15:25 പറയുന്നത് പോലെ ജീവിച്ചിരിക്കുന്നവർ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാമോദീസ സ്വീകരിക്കാതെ പോയവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ മാമോദീസ സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അന്തരീക്ഷത്തില് പറയുകയാണ്, പുനരുത്ഥാനമില്ലെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? ഈ പ്രത്യാശയില് പുനരുത്ഥാനത്തെ നോക്കിക്കൊണ്ട് ഈ ദാസന്റെ ആത്മാവിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം ഈ ദാസന് അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ മടിയില് സ്വീകരിക്കട്ടെ, ആശ്വാസം നൽകട്ടെ, സന്തോഷഭവനങ്ങളിൽ സ്വീകരിക്കട്ടെ. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. മക്കളിലൊപ്പം ഗൃഹ ജീവിതപോലെ ഭക്തന്മാരിൽ ദൈവം ഗൃഹ ചെയ്യേ. ജീവസ്ഥലമുണർത്തണമേ കബറേന്നന്തരജ്ഞേ സ്തോമൻകാലസ്കുറിയേലായി ഉയരേകുന്നേരത്തിൽ നിന്നോഴുന്നുള്ളി ജീവൻ ബ്രോദരേവർക്കും നൽകും. കബറുകളുള്ള നീന്തി നഗരവരിലോടുള്ളീറ്റ് ഉയരേകുന്നേ സ്തുതി ചെയ്തിടുന്നു. എന്റെ ശരീരം സാക്ഷി ചന്ദിക്കന്നാനം ചെയ്യാൻ പതളത്തിൽ പോകാനായിടാം. ഒന്നും അവൻ ജീവിക്കാൻ അങ്ങത്തൊട്ട് മരീച്ചു ഞാൻ ഒന്നും കാർത്ത തന്നരുളിന്നു മുറിയേറാമെല്ലോ മറിമുഖനീരെ കുറച്ചായി കണ്ണന കെട്ടിയ നിന്റെ വരാൻ തൃപ്തത്തേക്കും ആശ്വാസമേ ഏലേക്കേറെത്തിയിടുന്നു വിശ്വാസക്കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ. ആശ്വാസമേ സഹകന്നാൽ ഞാൻ നോക്കി ഇടുമ്പോൾ. സ്നേഹ നേരിടുമേൻ രക്ഷ ആകൻ സന്നിധം ആനന്ദക്കൂട്ടരെ കാണു ഉന്നല്ലോ. സ്നേഹ അകൽ സന്നിധം ആനന്ദ കൂട്ടരെ കാണും. ചെയ്ത് ഇടുന്നു.
അവർ ചുറ്റും